നാളെ പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ഈ ഫാക്ടറിയിലെ പുകക്കുഴലിലൂടെ പുക ഉയരുകയില്ല, സൈറൺ മുഴങ്ങുകയില്ല. ചിലപ്പോൾ എന്നേക്കുമായി ഈ തൊഴിൽശാല അടഞ്ഞു കിടന്നു വന്നേക്കാം. എന്നാലും മുതലാളിയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നം ഉദിക്കുന്നതേയില്ല. എനിക്കും ചിലത് പറയാനുണ്ട്. തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് ഞാൻ. പക്ഷെ നേതാവല്ല. സ്വന്തം താല്പര്യങ്ങൾക്കായി നിങ്ങളെ തെരുവിലിറക്കാൻ ആഗ്രഹിക്കുന്നവനുമല്ല. 100 കണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു. എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി. സമരം ചെയ്തവർ കേരളത്തിൽ ഒരു തൊഴിൽശാല കെട്ടാൻ ഭയപ്പെടുന്നു. അയൽ സംസ്ഥാനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ തൊഴിലില്ലായ്മ വേതനം എന്ന ചില്ലിക്കാശിന് വേണ്ടി ട്രഷറികളിൽ ക്യൂ നിൽക്കുന്നു. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? നമസ്കാരം. ശ്രീനിവാസന്റെ രചനയിൽ സത്യനന്ദിക്കാടിൻ്റെ സംവിധാനത്തിൽ 1989 പുറത്തിറങ്ങിയ സിനിമയാണ് വരവേൽപ്പ്. തൊഴിലാളികളുടെ ചോര കുടിച്ച് വളരുന്ന അട്ടയെപ്പോലെയുള്ള നേതാക്കന്മാരെ ആ സിനിമയിൽ നമ്മൾ കണ്ടതാണ്. മുരളി എന്ന പ്രവാസി ഒരു സെക്കൻഡ് ഹാൻഡ് ബസ്സിൻ്റെ മുതലാളിയായതോടെ ചെന്നുപെടുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ലായിരുന്നു. അതാണ് ആ സിനിമയുടെ ഇതിവൃത്തം. കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ സിനിമ ചർച്ച ചെയ്ത പ്രമേയത്തിൽ നിന്നും ഒരടി പോലും മുന്നോട്ട് പോകാൻ നമ്മുടെ നാടിന് കഴിഞ്ഞിട്ടില്ല. ഇന്നും നെല്ല് കുത്തുന്ന മില്ല് തുടങ്ങുന്നവൻ ബൂർഷയാണ്, ഒരു സെക്കൻഡ് ഹാൻഡ് ബസ്സുള്ളവനും ബൂർഷയാണ്. എന്നാൽ യഥാർത്ഥ ബൂർഷാസിയുടെ രോമത്തിൽ തൊടാൻ ഇവന്മാർക്ക് കഴിയുകയുമില്ല. അദാനിയെ പാർട്ണറാണെന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യും. കാശുള്ളവൻ സ്വന്തം നാട്ടിൽ ഒരു തൊഴിൽശാല കെട്ടി 10 പേർക്ക് പണി കൊടുക്കാൻ ധൈര്യപ്പെടില്ല. എന്നാൽ ഇവിടെ നിന്നും അവരെ ക്ഷണിച്ചുകൊണ്ട് പോകാൻ അയൽ സംസ്ഥാനത്തെ മന്ത്രിമാർ ക്യൂ നിൽക്കുകയാണ്. കിറ്റെക്സ് എന്ന സ്ഥാപനവും അതിൻ്റെ മുതലാളി സാബുവും ഈ സർക്കാരിൽ നിന്നും നേരിട്ട ശ്വാസം മുട്ടിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അയാൾ കോടീശ്വരനായതുകൊണ്ടും നട്ടെല്ലിൻ്റെ ഗുണമുള്ളതുകൊണ്ടും ചുവന്ന കൊടിയുടെ ഉണക്ക വേദാന്തം അവിടെ ചെലവായില്ല. കിറ്റെക്സ് സാബു തൊഴിലാളികൾക്ക് മാന്യമായി ശമ്പളം കൊടുക്കുന്നു, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അയാൾ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുന്നു. 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ താമസിക്കുന്നവർ പറയുന്നത് ഇവിടം സ്വർഗമാണ് എന്നാണ്. ഇതൊന്നും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് സുഖിക്കില്ല. നാട്ടിൽ അരാജകത്വവും തൊഴിലാളികൾക്ക് പട്ടിണിയുമുണ്ടെങ്കിലേ കമ്മ്യൂണിസം വളരൂ. ഇപ്പോഴത്തെ സർക്കാരിനെയും വ്യവസായ മന്ത്രി രാജീവിനെയും വെല്ലുവിളിച്ചുകൊണ്ട് കിറ്റെക്സ് സാബു പറയുന്നു, കേരളം ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എന്ന്. 4 അലൂമിനിയം കലത്തിൽ തുടങ്ങി കേരളത്തിൽ നിന്നാണ് കിറ്റെക്സ് വളർന്നതെന്ന പി രാജീവിൻ്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു സാബു. ഇതുപോലെ വെല്ലുവിളിക്കാൻ ഒരു സാബുവിന് മാത്രമേ ഇവിടെ കഴിയൂ. അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവൻ്റെ ഒരു ഊർജ്ജമുണ്ടല്ലോ, അതാണ് അയാളുടെ ശക്തി. ഇവന്മാരുടെ ഭീഷണിക്ക് വഴങ്ങിയിരുന്നെങ്കിൽ ആന്തൂരിലെ സാജൻ്റെ ഗതികേട് വരുമായിരുന്നു സാബുവിനും. സാബുവിനെ തകർക്കാൻ ഒരു MLAയുടെ നേതൃത്വത്തിൽ സർക്കാരും വ്യവസായ വകുപ്പും ഇറങ്ങിത്തിരിച്ചത് നമ്മൾ കണ്ടതാണ്. നിരന്തരമായ പരിശോധനകൾ, അക്രമങ്ങൾ, ഭീഷണി. ഒടുവിൽ നല്ലൊരു ഷെയറുമായി സാബു പുറത്തുപോയി തൻ്റെ വ്യവസായ സാമ്രാജ്യം വളർത്തി. കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നിന്നും ഒരു വനിതാ മന്ത്രി എത്തിയിരുന്നു സാബുവിൻ്റെ വ്യവസായം അങ്ങോട്ട് ക്ഷണിക്കാൻ. അത് രാജീവിന് വല്ലാത്ത ക്ഷീണമായി. അതോടെ വീണ്ടും പരിഹാസവുമായി എത്തിയിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഒരു പൊതുവേദിയിൽ വെച്ച് സാബു പിണറായിയെ വെല്ലുവിളിച്ചത് ഓർക്കുന്നു. എന്നെ തൊട്ടാൽ പിണറായിയുടെ മകൾ അകത്തു പോകും, അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ആ ഭീഷണി കേട്ട് പിണറായി വിജയൻ്റെ പോലീസ് നാളെ കിറ്റെക്സ് സാബുവിനെ പിടിച്ച് അകത്ത് വെക്കുമെന്ന് കരുതിയെങ്കിലും പിണറായിയോ ഗോവിന്ദനോ മരുമകനോ ആ ഭീഷണിക്കെതിരെ കമാന്ന് ഒരക്ഷരം മിണ്ടിയില്ല. കരിമണൽ കർത്താവ് നൽകിയതുപോലെ ഒരു മാസക്കൂലി അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാകും. ഒരു ജോലിയുമില്ലാതെ വിയർക്കാതെ കുനിഞ്ഞൊരു പ്ലാവിലയെടുക്കാതെ തൊഴിലാളി നേതാവായി വളർന്ന് മന്ത്രിയായി നാടു ഭരിക്കാനിറങ്ങിയ അഭിനവ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇപ്പോഴും മുതൽ മുടക്കുന്നവരെയെല്ലാം അടക്കി ഭരിക്കണം. നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി ആരുടെയും പിതൃസ്വത്തല്ല കേരളമെന്ന് പറയാനുള്ള കിറ്റെക്സ് സാബുവിൻ്റെ ആ ചങ്കൂറ്റം തന്നെയാണ് ഇവർക്കുള്ള മറുപടി. ഈ രാജീവിനെ പോലെ ധിക്കാരവും കമ്മ്യൂണിസ്റ്റ് കാപട്യവുമുള്ള ഒരു മന്ത്രി വേറെയില്ല. നട്ടല്ലുയർത്തിപ്പിടിച്ച് ഒരുത്തൻ നേരെ നിന്നാൽ തീരാവുന്നതേയുള്ളൂ ഈ പാർട്ടിയുടെ ഞെളിച്ചിൽ. ചോദിക്കുന്ന ലക്ഷങ്ങളും കോടികളും ഉടൻ അങ്ങ് കൊടുത്താൽ അത് ദഹിക്കും വരെ അടങ്ങിയിരിക്കും. തൊഴിലാളികളെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശത്താണ് പഠിക്കുന്നത്. അവരുടെ പഠനച്ചെലവ് മുതൽ പെൺമക്കളുടെ പ്രസവച്ചെലവ് വരെ വഹിക്കുന്നത് ഈ മുതലാളിമാരാണ്. വിപ്ലവം എന്നൊക്കെ പറയുമെങ്കിലും വിയർപ്പിൻ്റെ ദീനമുള്ളതിനാൽ മുതലാളിമാർ കൊടുക്കുന്ന കാശിലാണ് ഇവരുടെ പ്രതീക്ഷ. കണ്ടവൻ്റെ കാശ് പിടുങ്ങിയും കബളിപ്പിച്ചും സമ്പാദിച്ചാൽ അതൊന്നും ദഹിക്കില്ല എന്നൊക്കെ പറയാറുണ്ട് പണ്ടത്തെ ആളുകൾ. എന്നാൽ അങ്ങനെയുള്ളവന്മാർ ഇന്ന് കരിങ്കല്ല് വിഴുങ്ങിയാലും ദഹിക്കും. അതാണ് പുതിയ കാലത്തെ കമ്മ്യൂണിസത്തിൻ്റെ അവസ്ഥാവിശേഷം. നന്ദി.